ഏകദേശം ഒരു 20-25 കോടി രൂപ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ ചാക്കുകളുടെ എണ്ണം വെച്ച് അതിലുള്ള പൈസയുടെ ഒരു ഏകദേശ രൂപരേഖ. ബാക്കിയുള്ള 17 ചാക്ക് നമ്മുടെ ഓഫീസിലോട്ട് വരുന്നതും ആ ചാക്കുകൾ സംഘടനാ സെക്രട്ടറിയുടെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നതും പിന്നീട് ഈ ഇലക്ഷൻ റിസൾട്ടിന്റെ തലേ ദിവസം രാവിലെയോട് കൂടിയിട്ട് ഈ പൈസ പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം ഒരു 20-25 കോടി രൂപ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ ചാക്കുകളുടെ എണ്ണം വെച്ച് അതിലുള്ള പൈസയുടെ ഒരു ഏകദേശ രൂപരേഖ. സാർ നമസ്കാരം. 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കേരളത്തിൽ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നു. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി 2 മാസം പിന്നിടുമ്പോൾ കോൺഗ്രസിനകത്തു നിന്ന് തന്നെ മന്ത്രിസഭയുടെ ചില തീരുമാനങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളും വിമർശനങ്ങളും നടക്കുന്നു. രാജ്യത്ത് നീറ്റ് ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് CJPയുടെ വൻ പ്രക്ഷോഭം നടക്കുന്നു. രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീടിന് മുന്നിൽ പ്രതിഷേധം ഇരിക്കുന്നു. 3 മണിക്കൂർ നേരം വൻ പ്രതിഷേധം പ്രകടനങ്ങൾ നടത്തുന്നു. അല്ലെങ്കിൽ അവർ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തുന്നു. പോലീസ് അവരെ ബലം പ്രയോഗിച്ച് മാറ്റുന്നു. പിന്നീട് രാത്രി വളരെ വൈകി അവരെ ജാമ്യത്തിൽ വിടുന്നു. അപ്പോൾ രാജ്യത്ത് കലാപകലുഷിതമായൊരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂർ ജില്ലയിൽ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു. അതായത് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് BJPയുടെ ഓഫീസിലേക്ക് വന്ന ഏതാണ്ട് 25 കോടി രൂപയെക്കുറിച്ചാണ് മുൻ ഓഫീസ് സെക്രട്ടറിയായ അക്ഷയിൻ്റെ ചില വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. 17 ചാക്കുകളിലായിട്ടാണ് ഈ പണം എത്തിയതെന്നും അതിൽ നിന്നും 1 കോടി രൂപ ഈ പണം സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ഒരു കാറിൽ കയറ്റിവിട്ടിട്ടുണ്ട്. ബാക്കി തുക എങ്ങോട്ടാണ് പോയത്, ആരാണ് കൈകാര്യം ചെയ്തത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ദുരൂഹതയാണ്. എന്നാൽ ഇതിൽ ചില കാര്യങ്ങൾ തനിക്കറിയാമെന്നും ഇത് ഇലക്ഷൻ ഫണ്ടാണ് എങ്കിൽ തീർച്ചയായും ഇലക്ഷന് വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന പണം തിരിച്ചു കൊടുക്കേണ്ടതായും വരും. അപ്പോൾ ആകെ 1 കോടി രൂപ മാത്രമാണ് തമിഴ്നാട് രജിസ്ട്രേഷനിൽ ഒരു വണ്ടിയിൽ കയറ്റിവിട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇലക്ഷന് ഈ 24 കോടി രൂപയും ഉപയോഗിച്ച് ബാക്കി 1 കോടി രൂപ വന്നത് തമിഴ്നാട്ടിലേക്ക് കൈമാറി എന്നുള്ള ഒരു ധാരണ വരുത്തുന്നതിന് വേണ്ടിയാണോ ഇത്തരത്തിലൊരു നാടകം നടത്തിയത് എന്നുള്ളത് തനിക്കറിയില്ല എന്ന് അക്ഷയ് പറയുന്നതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് ചില പേരുകൾ കൂടി അക്ഷയ് വെളിപ്പെടുത്തുന്നുണ്ട്. KP സുരേഷ് എന്ന് പറയുന്ന തൃശ്ശൂരിലെ സംഘടനാ സെക്രട്ടറി, മുരളി കുളങ്ങാട്, അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ രാജേഷ്, ഇതെല്ലാം അക്ഷയ് വെളിപ്പെടുത്തുന്നതാണ്. ക്രൈം ഓൺലൈൻ ഇത് കണ്ടെത്തിയതല്ല. അക്ഷയിൻ്റെ വെളിപ്പെടുത്തൽ കേരളത്തിലെ എല്ലാ മുഖ്യധാര മാധ്യമങ്ങളിലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായും 25 കോടി രൂപ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൃശ്ശൂർ ഓഫീസിലേക്ക് BJPയുടെ ഓഫീസിലേക്ക് വരികയും പിന്നീട് അത് സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തു എന്ന് ഓഫീസ് സെക്രട്ടറി തന്നെ പറയുമ്പോൾ ഈ ഓഫീസ് സെക്രട്ടറി ഇപ്പോൾ അവിടെ നിലവിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് BJPയുടെ ഭാഷ്യം. നവംബർ 15 മുതൽ ജൂലൈ 14 തീയതി വരെയാണ് അക്ഷയ് ആ ഓഫീസിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയൊരു 1 കോടി രൂപയുടെ ഇടപാട് നടന്നതിന് ശേഷം പിന്നീട് അക്ഷയിനെ അവിടെ നിന്ന് പിരിച്ചുവിടുകയാണ് ചെയ്തതെന്ന് അക്ഷയ് വെളിപ്പെടുത്തുന്നു. നേരത്തെയും തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില കോടികളുടെ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അന്ന് മറ്റൊരു ഓഫീസ് സെക്രട്ടറിയാണ് സതീഷാണ് ഇത്തരം വിവരങ്ങൾ പങ്കുവച്ചത്. അന്നും ഇതുപോലെ ചാക്കിലാണ് പണം കൊണ്ടുവന്നത് എന്ന് പറയപ്പെടുമ്പോൾ വ്യാപകമായി തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോരോ പാർട്ടിയുടെ ഓഫീസുകളിലേക്കും ഇതുപോലെ പണം എത്തുന്നു. അത് പല വഴിക്ക് പോകുന്നു. ജനങ്ങൾക്ക് അത് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാതെ പല നേതാക്കന്മാരുടെയും താല്പര്യപ്രകാരം മാറ്റപ്പെടുന്നു എന്നൊക്കെയുള്ള പരാതികൾ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനെയൊരു പരാതി വരുന്നത്. എങ്ങനെയാണ് സാർ ഇതിനെ നോക്കിക്കാണുന്നത്? അതായത് BJP കേരളത്തിൽ ക്ലച്ച് പിടിക്കാതിരിക്കുന്നതിന് കാരണം ഇവിടുത്തെ പ്രമുഖരായ നേതാക്കന്മാരാണ് എന്ന് നേരത്തെ തന്നെ ക്രൈം വാർത്ത പുറത്തുവിട്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇവിടെ വന്നിട്ടുള്ള പണത്തിൻ്റെ കണക്ക് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഓരോ തവണയും വരുന്നത് അടുത്ത തവണ വരുമ്പോൾ എൻ്റെ ഇരട്ടിയാണ്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഇത്തവണ വന്നത് 1000 കോടി രൂപയാണ് കേരളത്തിലേക്ക് ഒഴുകിയെത്തിയത് എന്നാണ്. 140 മണ്ഡലങ്ങളിൽ ആവറേജ് 100 മണ്ഡലങ്ങളിലാണ് കൃത്യമായി ഈ പ്രാവശ്യം BJP പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ BJPയിൽ ഒരു മണ്ഡലത്തിൽ 10 കോടി രൂപ വെച്ച് ആണ് പൈസ വന്നിട്ടുള്ളതെന്നാണ് BJP വൃത്തങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ചിലർക്കല്ലാതെ
വേറെ ആർക്കും ഏകദേശം വയറിൽ എണ്ണാവുന്ന ഒരു 5-10 പേർക്കല്ലാതെ വേറെ ആർക്കും ഈ തുകയൊന്നും എത്തിയിട്ടില്ല. അവർക്ക് ഒരു 50 ലക്ഷം അല്ലെങ്കിൽ 1 കോടി മാക്സിമം കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം തന്നെ ചില നേതാക്കന്മാർ, പ്രമുഖ നേതാക്കന്മാർ പങ്കുവയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് അറിയുന്നത്. നമുക്ക് കഴിഞ്ഞ തവണ ഇവിടെ വന്നത് 400 കോടിയാണെങ്കിൽ അതിന് മുമ്പത്തെ തവണ 200 കോടിയാണ്. അതായത് വി മുരളീധരനുള്ള സമയത്ത് 200 കോടി വന്നെന്നും അല്ല ഒരു 50 കോടി രൂപ മാത്രമേ അന്ന് ചെലവഴിച്ചിട്ടുള്ളൂ, ബാക്കി 150 കോടി രൂപ വി മുരളീധരൻ തട്ടിയെടുത്തു എന്നായിരുന്നു കേട്ടിരുന്നത്. ഇതേപോലെ കെ സുരേന്ദ്രനുള്ള സമയത്ത് 400 കോടി രൂപ വന്നെന്നും അതിൽ ഒരു 200 കോടിയോളം രൂപ പലർക്കായി കൊടുത്തു, ബാക്കി 200 കോടി രൂപ ഈ കെ സുരേന്ദ്രൻ തട്ടിയെടുത്തു എന്നുള്ളതാണ് അന്ന് അറിഞ്ഞത്. ഇപ്പോഴത്തെ അതിൽ ഏകദേശം 1000 കോടി രൂപ വന്നതിൽ 300 കോടി രൂപ മാത്രമേ പ്രവർത്തനത്തിൽ എത്തിയുള്ളൂ. ബാക്കി 700 കോടി രൂപയും രാജീവ് ചന്ദ്രശേഖരനും സുരേഷും സംസ്ഥാന സെക്രട്ടറി സുരേഷും അടക്കമുള്ള ആളുകൾ തട്ടിയെടുത്തു എന്നാണ് BJPക്കുള്ളിലുള്ള പ്രചാരണം. അപ്പോൾ ഇതൊന്നും നമ്മൾ പറയുന്നതല്ല. അപ്പം BJPയുടെ ഒരു കാൻഡിഡേറ്റ് ആവുക എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. എന്നാൽ പ്രമുഖരായ കാൻഡിഡേറ്റ്സിനൊക്കെ കൃത്യമായി കിട്ടും, ബാക്കിയുള്ള മറ്റുള്ള ആളുകൾക്കൊന്നും കിട്ടില്ല. കഴിഞ്ഞ തവണ ഇത് കൊടകര കുഴൽപ്പണ വിവാദവുമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പുറത്തുവിട്ടത് അവിടെ മറ്റൊരു സതീഷായിരുന്നു, തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി സതീഷ്, ഓഫീസ് സെക്രട്ടറി സതീഷ്. അദ്ദേഹം കാര്യകാരണ സഹിതം പറഞ്ഞു, ഇവിടെ ഇത്ര പണം വന്നിട്ടുണ്ട്, കൊടകര കുഴൽപ്പണത്തിൻ്റെ പിന്നിൽ കളിച്ചത് കെ സുരേന്ദ്രനും സംഘവുമാണ്, കെ സുരേന്ദ്രന് എല്ലാ കാര്യങ്ങളും കൈയുണ്ട് എന്ന് പറയുന്ന കാര്യം അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. ഇപ്പോഴത്തെ മറ്റൊരു സെക്രട്ടറി 25 കോടി രൂപ വന്നിട്ടുണ്ട്, അതിൽ 1 കോടി റുപ്യ മാത്രമേ ചെലവഴിച്ചുള്ളൂ, ബാക്കി പൈസ എവിടേക്ക് പോയി എന്നറിയില്ല. അതായത് ഇലക്ഷൻ സമയത്ത് ഇവിടെ പണം ഒഴുകുകയാണ് BJPയുടെ കേന്ദ്രങ്ങളിൽ നിന്ന്, അതായത് 4-5 കേന്ദ്രങ്ങളിൽ നിന്ന് ഹവാല വഴി പണം ഇവിടെ എത്തുന്നത്. ഒന്ന് മംഗലാപുരം വഴി, 2 നാടുകാണി ചുരം വഴി, 3 വയനാട് വഴി, 4 പാലക്കാട് വഴി, 5 നമ്മുടെ ഇടുക്കി വഴി, ഇടുക്കി എന്ന് പറഞ്ഞാൽ മൂന്നാർ വഴി, പിന്നെ അടുത്തത് കൊല്ലം ചെങ്കോട്ട വഴി, പിന്നെ നെയ്യാറ്റിൻകര വഴി, അങ്ങനെ 10ഓളം സ്ഥലങ്ങൾക്ക് വഴിയാണ് ഇവിടെ പണം എത്തുന്നത് എന്നുള്ളതാണ് മുംബൈ റിപ്പോർട്ടുള്ളത്. ആ 10 വഴി കൂടെ പല മേഖലകളിലേക്കുള്ള പണം എത്തും. ഇതിൻ്റെ എല്ലാത്തിനെയും ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രസിഡൻ്റാണ്, അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട സെക്രട്ടറിയാണ്. ഇപ്പോൾ ഭരിക്കുന്നത് പ്രസിഡൻ്റ് ആണെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ എല്ലാ കാര്യം നോക്കുന്നത് സെക്രട്ടറിയാണ്, സുരേഷ്, അഡ്വക്കേറ്റ് സുരേഷ്. അദ്ദേഹം അറിയാതെ ഒരു ഈച്ച പോലും അനങ്ങുന്നൊരവസ്ഥയാണ് BJPയിലുള്ളത്. പല നേതാക്കന്മാരെ ഇല്ലാതാക്കാനും തകർക്കാനും കഴിവുള്ള ആൾ. അദ്ദേഹത്തിൻ്റെ പേരിൽ സ്ത്രീ വിഷയങ്ങളിൽ വലിയ ആരോപണവും BJPക്കുള്ളിലുണ്ട്. കെ സുരേന്ദ്രനെ കുറിച്ച് ആരോപണം ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ ഇപ്പോൾ സുരേഷിനെ മാതിരി ഇത്രയധികം ആരോപണമുള്ള ആൾ വേറെയില്ല എന്നുള്ളതാണ്. ഇവിടെ പാർട്ടി വളർത്തലല്ല ഇവരുടെ പരിപാടി. ഇവർക്ക് കൃത്യമായി അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ പണം ഉണ്ടാക്കുക. അവർ ഇലക്ഷൻ നിൽക്കാറുണ്ട്, BJPയിലെ ഒരു നേതാവാണെങ്കിൽ തീർച്ചയായും അവർക്ക് ആവശ്യമുള്ള പണവും കിട്ടും, ഇലക്ഷൻ എന്നുള്ള പേരും കിട്ടും. ഇതാണ് ഇന്നത്തെ കേരളത്തിലെ BJPയുടെ സ്ഥിതി എന്നുള്ളത് തെളിയിക്കുന്നതാണ് വീണ്ടും എന്ന ആരോപണം. കഴിഞ്ഞ തവണ കൊടകര കുഴൽപ്പണ വിവാദത്തിൽ സതീഷ് പറഞ്ഞിട്ടുള്ളത് ആ പണം ശരിക്കും തൃശ്ശൂരിലേക്ക് വന്നതായിരുന്നു, വഴിക്കിൽ വെച്ച് തട്ടിയെടുത്തത് കെ സുരേന്ദ്രൻ അറിവോടുകൂടിയാണ്. സ്വന്തം നേതാക്കന്മാർ തന്നെ ഇലക്ഷൻ ഫണ്ടിനുള്ള ഫണ്ട് പല നേതാക്കന്മാർ പല സ്ഥാനാർത്ഥികളുടെ ഫണ്ട് വഴിക്കിൽ വെച്ച് തട്ടിയെടുത്തു. എന്നിട്ട് ആ പേരും പറഞ്ഞ് പലർക്കും കൊടുത്തില്ല. ഇതാണ് പറഞ്ഞത്. അപ്പം ഇവിടെയൊക്കെ നടക്കുന്നത് വലിയ ഇവിടെ ഒരു ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാമാങ്കം BJPയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജയിക്കാനുള്ള താല്പര്യമല്ല. അല്ലാതെ തന്നെ പിണറായി വിജയനായിട്ട് ധാരണയായിട്ട് ആൾക്കാരാണ് ഇവിടുത്തെ BJP നേതാക്കന്മാർ. കെ സുരേന്ദ്രൻ, വി മുരളീധരനൊക്കെ പിണറായി വിജയൻ്റെ വലങ്കൈയും ഇടങ്കൈയാണ്. അവർ ആണ് പല കാര്യങ്ങളും സെറ്റിൽമെൻറ്റ് ചെയ്യുന്നത് എന്നാണ് BJPക്കുള്ളിലുള്ള വർത്തമാനം. അത് പല കാര്യങ്ങളും പലരും വിളിച്ചു. എന്നാൽ AI ക്യാമറ വിവാദത്തിൽ ശോഭാ സുരേന്ദ്രൻ പിണറായി വിജയൻ്റെ മകൻ്റെ അമ്മായിച്ചൻ്റെ പേരിലാണ് ആരോപണം കൊണ്ടുവന്നത്, ഫാദർലോൻ്റെ പേരിലാണ് ആരോപണം കൊണ്ടുവന്നത്. 5 പൈസ മുടക്കാതെ സ്ഥിരമായി കമ്മീഷൻ കൈപ്പറ്റുന്ന ഒരു പുതിയ സംവിധാനമാണ് റോഡിൽ വെച്ച AI ക്യാമറ എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. അതിനെ കമ്പനി കൊണ്ടുവന്നത് ഇവരാണ്, അവർക്ക് കൃത്യമായി അതിൻ്റെ കമ്മീഷൻ കിട്ടും, ഇവിടെ പിരിക്കുന്നതിൻ്റെ കമ്മീഷൻ ആ കമ്പനി വഴി അവർക്ക് കിട്ടും എന്നുള്ളതാണ് അന്ന് പറഞ്ഞത്. എന്നാൽ അപ്പോൾ തന്നെ അത് സെറ്റിൽമെൻറ്റ് നടന്നു. വി മുരളീധരനും അതേപോലെ യൂസഫ് അലിയും പിണറായി വിജയൻ്റെ മകനും അവിടെ ഇരുന്ന് സെറ്റിൽ ചെയ്തു എന്നുള്ള വാർത്തയാണ് പിന്നെ കേട്ടത്. ഇതുപോലെ ഏതെങ്കിലും ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ സെറ്റിൽമെൻറ്റ് നടത്തുന്ന നേതാക്കന്മാരാണ് കേരളത്തിൽ. നയതന്ത്ര ബാഗേജിലിടുന്ന സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ വിവാദം വന്നപ്പോൾ അതാരാണ് പുറത്തു കൊണ്ടുവന്നത്? കെ സുരേന്ദ്രനാണ്. പിന്നെ അതെന്തെങ്കിലും മിണ്ടാറുണ്ടോ? കെ സുരേന്ദ്രൻ മിണ്ടാറില്ല. ഡോളർ കടത്തിൻ്റെ കാര്യം ആദ്യം പുറത്തു കൊണ്ടുവന്ന ആരാണ്? കെ സുരേന്ദ്രനാണ്. പക്ഷേ പിന്നെ മിണ്ടിയിട്ടേ ഇല്ല. ഇതേപോലെ തന്നെയാണ്
ലൈഫ് മിഷൻ തട്ടിപ്പിൻ്റെ കാര്യത്തിലായാലും അതേപോലെ കരിമണൽ കർത്തയുടെ കാര്യത്തിലായാലും ഒക്കെ തന്നെ അതിൽ കെ എസ് സുരേന്ദ്രനെ വി മുരളീധരനെ പേരുണ്ട് കേട്ടോ. ആ ലിസ്റ്റിൽ നിന്നുള്ളതാണ് നമ്മൾ പുറത്തു വന്നപ്പോൾ അറിയുന്നത്. എന്തായാലും ഈ വിധത്തിൽ ഇവിടെ BJP യെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അണികളെ വഞ്ചിച്ചുകൊണ്ട് നേതാക്കന്മാർ പണമുണ്ടാക്കാനുള്ള മാർഗമാണ് ഇത്തരത്തിലുള്ള ഇലക്ഷനുകൾ എന്നുള്ളതാണ് കൃത്യമായി ഈ പറയുന്ന വെളിപ്പെടുത്തലിലൂടെ കൂടുതൽ തെളിവായി വന്നിരിക്കുന്നത്.